progress. താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഭാരം വലിയതോ മുഖം മുവാൻ കഠിനമോ ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ സ്നേഹിതൻ കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോ കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരും. ഓടായി നീ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ സമയത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ പകൽ സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനവുമായിട്ട് കർത്താവിൻ്റെ അഭിഷിക്തദാസി ആമേൻ ഹല്ലേലൂയ മോളമ്മ സിസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. ആമേൻ. ഈ പകലിൽ കർത്താവിൻ്റെ തിരുവചനത്തെ പ്രഘോഷിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദാസി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ടല്ലോ. ആമേൻ. വെൽക്കം. ആമേൻ. ഹല്ലേലൂയ. ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ഓവർ ടു ആമേൻ മോളമ്മ സിസ്റ്റർ. Praise the Lord. കേൾക്കാലോ? ഓക്കെ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ നല്ല പ്രഭാത ദിനത്തിൽ ഉപവാസ പ്രാർത്ഥനയുടെ 7-ാം ദിനത്തിൽ
നമുക്ക് ഒരുമിച്ച് പിന്നെയും ദിവസത്തിലായിരിക്കാൻ തക്കണം. വലിയവനായ ദൈവം അവിടെ ഇടയാക്കിയ അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ആമേൻ. ഈ പകൽക്കാലം ഇതിന് നേതൃത്വം നൽകുന്ന ദേവദാസൻ പാസ്റ്റർ ജോസി പാസ്റ്ററിന്, അതുപോലെ ദൈവവചനം ശ്രവിക്കുവാനായി കടന്നുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇപ്പോഴക്കാലം എനിക്ക് ദൈവവചനം സംസാരിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. ആമേൻ. ദേവദാസൻ വിളിച്ചപ്പോൾ ഞാൻ തടസ്സം പറഞ്ഞു, എങ്കിലും ഇത് ദൈവത്തിന്റെ നടത്തിപ്പാണെന്ന് ഞാൻ കരുതുന്നു. ആമേൻ. സ്തോത്രം. എങ്കിലും എന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഹിതമാണ്. അത് ദൈവത്തിന്റെ ഹിതത്തിനായി എന്നെ ഏൽപ്പിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. നമ്മുടെ വചനത്തിൽ നിന്ന് നമുക്ക് ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 61-ന്റെ 1-2 വാക്യങ്ങൾ. 61-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കും. എന്റെ ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന വായിച്ചോ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറങ്കിലേക്ക് എന്നെ നടത്തണമേ. ആമേൻ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ പാട്ടിന്റെ 4 വരി പാടാം. ദൈവമേ എൻ നിലവിളി കേൾക്കണേ, എന്റെ പ്രാർത്ഥന ശ്രവിക്കണേ. ദൈവമേ എൻ നിലവിളി കേൾക്കണേ, എന്റെ പ്രാർത്ഥന ശ്രവിക്കണേ. എൻ ഹൃദയം ക്ഷീണിക്കുമ്പോ ഞാൻ നിന്നെ വിളിച്ചിടും. എൻ ഹൃദയം ക്ഷീണിക്കുമ്പോ ഞാൻ നിന്നെ വിളിച്ചിടും. എനിക്കത്യുന്നതമാം പാറയിൽ എന്റെ ദിനവും നടത്തണേ. എനിക്കത്യുന്നതമാം പാറയിൽ എന്റെ ദിനവും നടത്തണേ. ദൈവമേ എൻ നിലവിളി കേൾക്കണേ, എന്റെ പ്രാർത്ഥന ശ്രവിക്കണേ. ദൈവമേ എൻ നിലവിളി കേൾക്കണേ, എന്റെ പ്രാർത്ഥന ശ്രവിക്കണേ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മൾ ഈ പകൽക്കാലം വായിച്ച വചനം, ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. രാജാവായ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ആമേൻ. ഹല്ലേലൂയ. വളരെയേറെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ദാവീദിന്റെ നേരെ ആഞ്ഞടിച്ചപ്പോൾ ആമേൻ ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിക്കുന്നതായ ഒരു അനുഭവത്തിലൂടെ ഉള്ള വചനമാണ് നമ്മൾ ഇപ്പോൾ കാലം വായിച്ചു കേൾപ്പിച്ചത്. ആമേൻ. സ്തോത്രം. ഈ ദാവീദിന്റെ ആ പ്രതികൂലമായ സാഹചര്യത്തിൽ അനുഭവങ്ങളിലൂടെ കഴിയുന്ന നാമും ഉണ്ട്. എന്നാൽ നമ്മുടെ അനുഭവങ്ങളും വളരെയേറെ പ്രതികൂലങ്ങൾ നിറഞ്ഞതാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രതിസന്ധി ഹല്ലേലൂയ ഘട്ടങ്ങളിലൊക്കെയും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മൾ നിലവിളിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ ദൈവത്തിന്റെ മുമ്പാകെയാണ് നാം ഇപ്പോൾ ഈ പകൽക്കാലം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നാം എന്ത് ഹല്ലേലൂയ നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്നതായ എന്ത് അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ, ആ ഹല്ലേലൂയ അതിന്റെ മധ്യേ
ആമേൻ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ ഈ ദൈവം എന്റെ ദൈവമാണെന്ന് നമുക്ക് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ മനസ്സിലാക്കി തരുന്ന വചനമാണ് ഹല്ലേലൂയ ഈ വാക്യങ്ങൾ. ആമേൻ ഹല്ലേലൂയ. ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. ആമേൻ. നാം പലപ്പോഴും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നാം പറയാറുണ്ട്, ദൈവമേ എന്റെ നിലവിളി കേൾക്കുന്നില്ലയോ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നില്ലയോ എന്ന്. ആമേൻ ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് കുഴഞ്ഞ വിഷയങ്ങൾ കാണും. ആമേൻ. എന്നാൽ അത് ദൈവം അറിയാതെ അല്ല. ഹല്ലേലൂയ. ദൈവം കേൾക്കാതെ ഇരിക്കുന്നില്ല. ആമേൻ. കേൾക്കുന്ന ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. എന്നാൽ നമ്മുടെ ആ ദൈവമായുള്ള വിശ്വാസം അല്ലെങ്കിൽ ദൈവമായുള്ള ആ അടുപ്പം എത്ര എന്ന് ദൈവം ആമേൻ മനസ്സിലാക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം നാം ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് മറുപടി കിട്ടിയെന്ന് വരില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോഴേക്കും ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. നാം ഉദ്ദേശിക്കുന്നതിലും ആമേൻ ഹല്ലേലൂയ അതിലും അത്ഭുതകരമായിട്ടായിരിക്കും നമുക്ക് അതിന് മറുപടി ദൈവം തരുന്നത്. ആമേൻ ഹല്ലേലൂയ. അതിനാൽ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ ആമേൻ പിന്മാറി പോകാതെ ഹല്ലേലൂയ പിന്നെയും ദൈവത്തെ മുറുകെ പിടിക്കുവാൻ, ദൈവത്തോട് അടുത്തിരിക്കുവാൻ തക്കണം നാം ശ്രമിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഈ പറയുന്നത് എന്റെയും കൂടെ അനുഭവമാണ്. ഞാൻ പലപ്പോഴും ഹല്ലേലൂയ ആമേൻ ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്നതായ അനുഭവമുണ്ട്. എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ കർത്താവേ എന്ന് പലപ്പോഴും ഞാൻ ചോദിക്കുന്ന അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ എനിക്ക് പലപ്പോഴും എന്റെ ദൈവം എനിക്ക് മറുപടി ഇന്ന് വരെ എന്റെ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത് അത്ഭുതകരമാണ്. ആമേൻ. അത് എന്റെ അനുഭവത്തിലൂടെ എനിക്ക് അത് പറയാൻ സാധിക്കും. കാരണം എന്റെ ദാസന് ഹല്ലേലൂയ എല്ലാവർക്കും അറിയാമല്ലോ. ആമേൻ. രണ്ട് അപകടങ്ങൾ സംഭവിച്ചു. എന്നാൽ ഹല്ലേലൂയ ആദ്യത്തെ അപകടത്തിൽ ഹല്ലേലൂയ ഞാൻ വളരെയേറെ ഭാരപ്പെട്ടു. അന്നൊക്കെ എനിക്ക് സഹായത്തിനായി, മാനുഷികമായിട്ട് എനിക്ക് സഹായത്തിനായി എന്റെ സഹോദരൻ ഉണ്ടായിരുന്നു. അവസാന ഘട്ടങ്ങളിലൊക്കെയും താൻ പിന്മാറിപ്പോയ അവസ്ഥയിലൊക്കെയും ദൈവത്തോട് വളരെയേറെ ഞാൻ ഭാരപ്പെട്ട അവസ്ഥകൾ എന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവം എനിക്ക് വേണ്ടി ഓരോരുത്തരെ കരുതി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്രകാരം നാം നിലവിളിക്കുമ്പോൾ ആമേൻ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ഓരോരുത്തരെ കരുതും. ഹല്ലേലൂയ. ആമേൻ. ഈ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കലും ദൈവം മാറിപ്പോകത്തില്ല, അകന്നു പോവുകയില്ല. ഹല്ലേലൂയ. ആമേൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവേൻ. ഹല്ലേലൂയ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. യഹോവയെ നാം എപ്പോഴും രുചിച്ചറിയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. താൽക്കാലികമായ ആവശ്യത്തിനല്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ നിത്യതയോളം ആമേൻ നാം ദാഹിക്കുന്നവരായിരിക്കണം. ആ ദൈവത്തെ രുചിച്ചറിയുന്നവരായിരിക്കണം. ആമേൻ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പകൽക്കാലം ആമേൻ ദൈവമക്കളെ നിങ്ങളുടെ ഹൃദയം ആമേൻ ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിച്ചാൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നിശ്ചയമായും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആമേൻ. സ്തോത്രം. 142 സങ്കീർത്തനം അതിന്റെ 1 വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. അവന്റെ സന്നിധിയിൽ ഞാൻ എന്റെ സങ്കടം പകരുന്നു, എന്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. ആമേൻ. ഈ പകൽക്കാലം ഹല്ലേലൂയ ആമേൻ ദൈവസന്നിധിയിൽ ധ്യാനിക്കുന്ന ദാവീദ് ദൈവസന്നിധിയിൽ ധ്യാനിക്കുന്ന ഒരു ആമേൻ സാഹചര്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ ഉറക്കെ നിലവിളിച്ചാൽ ഹല്ലേലൂയ കേൾക്കുന്ന ഒരു ദൈവമാണ്. ഉറക്കെ തന്നെ വിളിക്കണമെന്നില്ല, എന്നാൽ രഹസ്യത്തിലും നമുക്ക് ദൈവത്തോട് ആമേൻ പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവം കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. ഹല്ലേലൂയ. നാം ഭാരപ്പെടുന്ന വിഷയങ്ങൾ പലതരത്തിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളോ വിഷയമായാലും ഹല്ലേലൂയ, അതല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളായാലും, നമ്മുടെ ഭവനത്തിന്റെ വിഷയങ്ങളായാലും, നമ്മൾ പാർക്കുന്ന ചുറ്റുപാടിന്റെ വിഷയങ്ങളായാലും എല്ലാം ആമേൻ ഹല്ലേലൂയ എല്ലാ വിഷയങ്ങളുടെയും നടുവില് ഹല്ലേലൂയ ദൈവത്തോട് ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ചാൽ, നിലവിളിച്ചാൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. അവന്റെ സന്നിധിയിൽ ഞാൻ എന്റെ സങ്കടം പകരുന്നു. ഹല്ലേലൂയ. നാം സങ്കടത്തോടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ സങ്കടങ്ങളെ കാണുന്ന ദൈവമാണ്. ഹല്ലേലൂയ നമ്മൾ ആമേൻ ഹല്ലേലൂയ നമ്മൾ ഒഴുക്കുന്ന ഓരോ ഹല്ലേലൂയ കണ്ണുനീരിന്റെ തുള്ളിക്കും ഹല്ലേലൂയ വിലയുണ്ട്. ഹല്ലേലൂയ പ്രിയമുള്ളവരെ, അത് ദൈവം തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അതിന് മറുപടി തരുന്ന ദൈവമാ. ഹല്ലേലൂയ. ആമേൻ. ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ നാം ഹല്ലേലൂയ വിടുതൽ പ്രാപിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ പലപ്പോഴും നാം ചിന്തിക്കും നമ്മൾ
നമ്മൾ ഏകരാണ്, ഹല്ലേലൂയ ആരുമില്ല, ഹല്ലേലൂയ എന്ന് ആമേൻ പലപ്പോഴും നമ്മുടെ അവസ്ഥയിൽ, നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് ആശ്വാസം പകരുവാൻ ആരുമില്ലാതിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ആമേൻ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ ആമേൻ ദൈവം നമ്മുടെ കണ്ണുനീരിനെ കണ്ട് ദൈവം നമുക്ക് മറുപടി തരും. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഒരു ആർപ്പിന്റെ ആമേൻ ഒരു സന്തോഷത്തിന്റെ ദിനം ദൈവം നമുക്ക് വേണ്ടി ദാനമായി തരും. പ്രിയമുള്ളവരെ ആമേൻ. ഹല്ലേലൂയ ഈ വചനത്തിൽ ഹല്ലേലൂയ നമ്മൾ ഉറച്ച് ആമേൻ ദൈവത്തോട് പറ്റിയിരുന്നാൽ, ഹല്ലേലൂയ ദൈവത്തോട് നിലവിളിച്ചാൽ, നാം എന്ത് യാചിച്ചാലും ദൈവം അത് നൽകി തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ കർത്താവ് ഈ ദിവസങ്ങളിൽ ആമേൻ എന്ത് വിഷയമായി, ഭാരപ്പെടുന്ന വിഷയമായി നിങ്ങൾ ഹല്ലേലൂയ ഞങ്ങളുടെ സന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഈ ഉപവാസ പ്രാർത്ഥന ആമേൻ ഹല്ലേലൂയ വലിയൊരു വിടുതലായി, ഒരു മറുപടിയായി ദൈവം എനിക്ക് നൽകിയെന്ന് ആമേൻ പ്രിയ മക്കളിലൂടെ ഹല്ലേലൂയ ഈ ദിവസങ്ങൾ ദൈവം അത് ആമേൻ ചെയ്ത് ഹല്ലേലൂയ സാക്ഷീകരിക്കുന്നതിനാൽ ആമേൻ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന എല്ലാവരുടെയും ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക്, ഹല്ലേലൂയ അവരുടെ വിഷയങ്ങൾക്ക് ഹല്ലേലൂയ ഒരു മറുപടി കാണുവാൻ തക്കണം ദൈവം ഈ ദിവസങ്ങൾ അവിടുന്ന് ഇടയാക്കുന്നതിനാൽ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ഉൽപ്പത്തി 16:10. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. ആമേൻ സ്തോത്രം. മതി ഇത് ദിവസത്തിൽ നിലവിളിക്കുന്ന ഹാഗറിന്റെ ഒരു അനുഭവമാണ് ഇതിൽ വായിക്കുന്നത്. യഹോവയുടെ ദൂതൻ ആമേൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും എന്ന് വെച്ചാൽ ആമേൻ ഹല്ലേലൂയ അബ്രഹാമിന്റെ ഭാര്യ സാറയുടെ ആമേൻ ദാസിയാണ് ഹാഗർ. ആമേൻ ഹാഗറുമായിട്ട് വളരെയേറെ ഭിന്നതയുണ്ടായി. ആമേൻ ആ സമയത്ത് സാറയുടെ ഹൃദയം കഠിനപ്പെട്ടു. ആ സമയത്ത് ആമേൻ ഹല്ലേലൂയ ഹാഗർ അബ്രഹാമിൽ നിന്ന് ഹാഗറിന് ഒരു ആമേൻ ഹല്ലേലൂയ ഒരു തലമുറ ഉണ്ടായി. എന്നാൽ ഹല്ലേലൂയ അത് സാറയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നാൽ ആമേൻ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഹാഗർ ആ ഭവനം വിട്ട് മരുഭൂമിയിലൂടെ പുറപ്പെടുന്നതായ ഒരു അനുഭവമാണ് കാണുന്നത്. ആ സമയത്താണ് ആമേൻ ഹല്ലേലൂയ അവര് കരുതിയിരുന്ന ഹല്ലേലൂയ ആമേൻ ഭക്ഷണ സാധനങ്ങൾ അവരുടെ അങ്ങനെ കണ്ണുനീരോടെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു വരുമ്പോഴാണ് ഹല്ലേലൂയ ആമേൻ ദൂതൻ ഹല്ലേലൂയ ഹാഗറിന്റെ മുന്നിൽ പ്രത്യക്ഷനായി. ആമേൻ സ്തോത്രം. ആ സമയത്ത് ദൂതൻ പറയുകയാണ്, ഹല്ലേലൂയ നിന്റെ ഉദരത്തിൽ ഉരുവായ സന്തതി ഹല്ലേലൂയ അത് അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. ആമേൻ സ്തോത്രം. ഇത് ഹാഗർ ഇത് തിരിച്ചറിയുന്നില്ലായിരുന്നു. എന്നാൽ ആ ദൂതന്റെ വാക്ക് കേട്ടപ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അതൊരു വലിയൊരു ജാതിയാക്കും, അത് അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ് എന്ന് ആമേൻ ആ ദൂതൻ അരുളി ചെയ്തപ്പോഴാണ് ഹല്ലേലൂയ ഹാഗറിന് മനസ്സിലായത്. അങ്ങനെ അവൾ വീണ്ടും തിരിച്ച് ആമേൻ ഭവനത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഹാഗർ പ്രസവിച്ചു. കുറെ നാളുകൾക്ക് ശേഷം സാറയും ഒരു ഇസഹാക്കിനെ പ്രസവിക്കുകയുണ്ടായി. ഹല്ലേലൂയ അതൊക്കെ നമുക്ക് ആ ചരിത്രങ്ങളൊക്കെ നമുക്ക് നന്നായി അറിയാം. ആമേൻ. എന്നാൽ ഹല്ലേലൂയ സാറയ്ക്ക് പിന്നെയും ഹല്ലേലൂയ ഹാഗറിന്റെ അടുത്ത് ഹല്ലേലൂയ കഠിനമായ ഹല്ലേലൂയ വിരോധം അനുഭവപ്പെട്ടു. കാരണം സാറയുടെ മകനായ ഇസഹാക്കും അതുപോലെ ഹാഗറിന്റെ മകനായ ഇസ്മായേലും ആമേൻ ഇവര് രണ്ടും വളർന്നു വരുമ്പോൾ ഹല്ലേലൂയ സാറയുടെ മകന് ആമേൻ ഹല്ലേലൂയ അബ്രഹാമിന്റെ ഹല്ലേലൂയ അവകാശം ഒന്നും ലഭിക്കയില്ല, ഹല്ലേലൂയ മറ്റേ ഇസ്മായേൽ കൊണ്ടുപോകും എന്നുള്ള ആ ഒരു വിചാരം സാറയെ പിന്നെയും അലട്ടി. എന്നാൽ ഹല്ലേലൂയ ആ സമയത്ത് ഹല്ലേലൂയ അബ്രഹാമിനോട് സാറ പറയുന്ന ഒരു അനുഭവം നമുക്ക് 21-ന്റെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാകും. അബ്രഹാം എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. ആമേൻ സ്തോത്രം. ഈ സാറ ഹല്ലേലൂയ അബ്രഹാമിനോട് വളരെയേറെ കഠിനമായി പറഞ്ഞു തന്റെ ദാസിയായ ഹാഗറിനെ ഈ കുട്ടിയും പറഞ്ഞു വിടാൻ. അങ്ങനെ ഒരു പ്രഭാതത്തിൽ ഹല്ലേലൂയ അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു. ആമേൻ സ്തോത്രം. അവർക്ക് കൊടുത്തയക്കേണ്ടതായ ഭക്ഷണ സാധനങ്ങൾ ആമേൻ ഹാഗറിന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ആ കുട്ടിയെയും ഇസ്മായിലിനെയും കൂട്ടി പറഞ്ഞു വിടുന്ന ഒരു അനുഭവം ഉണ്ടായി.
എന്നാൽ അവര് യാത്ര ചെയ്ത് അങ്ങനെ കരുതിയിരുന്ന ഭക്ഷണം എല്ലാം തീർന്നതിന് ശേഷം ആമേൻ പിന്നെയും അവര് നടന്നു പോവുകയാണ്. അങ്ങനെ കുറെ ദൂരം നടന്നപ്പോൾ അല്ലെങ്കിൽ അവർക്ക് വല്ലാതെ വിശന്നു. ഹല്ലേലൂയ. അങ്ങനെ കരുതിയിരുന്ന ഭക്ഷണവും തീർന്നു. കുട്ടി വളരെ അവശ നിലയിലായി. ആമേൻ സ്തോത്രം. മരിക്കാനുള്ള സാഹചര്യം എത്തി. എന്നാൽ ആമേൻ അവളുടെ ഹല്ലേലൂയ കുട്ടിയുടെ മരണം കാണണ്ട എന്ന് വിചാരിച്ച് ആമേൻ അവൾ ഒരു അമ്പിൻപാട് ദൂരം മാറി നിന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവൾ കരയുന്ന ഹല്ലേലൂയ അനുഭവം ഉണ്ടായി. എന്നാൽ ഹല്ലേലൂയ ഹാഗറിന്റെ നിലവിളി കേട്ടില്ല ദൈവം. ആമേൻ സ്തോത്രം. അവൾ ഭൗതികമായിട്ടാണ് കരയുന്നത്. ഹല്ലേലൂയ ആമേൻ. എന്നാൽ കുട്ടിയുടെ നിലവിളി കേട്ടപ്പോൾ ഹല്ലേലൂയ ആമേൻ അത് ദൈവം കേട്ടു. ഹല്ലേലൂയ കുട്ടിയുടെ നിലവിളി ദൈവം കേട്ടു. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ അവളെ തൊടുവാൻ ഇടയായി. ഹല്ലേലൂയ ആമേൻ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. അവരുടെ ആത്മ കണ്ണിനെ ദൈവം തുറന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് അവളുടെ ആ കുട്ടിയുടെ മേലൊരു വാഗ്ദത്തം ഉണ്ട് എന്നുള്ളത്. ഹല്ലേലൂയ ആമേൻ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ആഗ്രഹിക്കുന്ന ആമേൻ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളിലും നമ്മുടെ വാഗ്ദത്തം, നമ്മൾ ഭൗതികമായ വിഷയങ്ങൾ ഉപരി ഹല്ലേലൂയ നമ്മുടെ വാഗ്ദത്തം നമ്മൾ മുന്നിൽ കാണണം. ആമേൻ. നമ്മുടെ ഭൗതിക വിഷയങ്ങൾ മുന്നിൽ കണ്ടു പ്രാർത്ഥിക്കാനല്ല, നമ്മുടെ വാഗ്ദത്തം മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ വലിയ വിടുതലുകൾ നമുക്ക് പ്രാപിക്കാൻ തക്കോണം സാധിക്കും. ആ ഭൗതിക ആത്മീയ ഹല്ലേലൂയ ആത്മീയ സാഹചര്യത്തിൽ നമ്മൾ മുന്നേറി വരുമ്പോൾ ഭൗതികവും നമ്മളെ തേടി വരും. ആമേൻ സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് ഒന്നും അറിവല്ല. ഹല്ലേലൂയ നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് കർത്താവിന് അറിയാം. ഹല്ലേലൂയ വിഷയങ്ങൾ എന്തെന്ന് ദൈവത്തിന് അറിയാം. ആമേൻ നമ്മൾ ഇറങ്ങുന്ന വിഷയങ്ങൾ എന്തെന്ന് കർത്താവിന് അറിയാം. ഹല്ലേലൂയ ദിവസങ്ങൾ കർത്താവിനോട് ഹല്ലേലൂയ വിഷയങ്ങൾക്ക് ഹല്ലേലൂയ മാറ്റി വെച്ചിട്ട് നമ്മൾ വാഗ്ദത്തത്തിന് മുറുകെ പിടിച്ചുകൊണ്ട് ആമേൻ ആ നിത്യതയ്ക്ക് വേണ്ടി ദാഹിച്ച് ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആമേൻ ദൈവം മറുപടി തന്ന് ദൈവം നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും. ആമേൻ നിന്ദിക്കപ്പെട്ടവരുടെ മേഖലയിലാണോ, ആമേൻ നമ്മൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണോ, ഹല്ലേലൂയ ആമേൻ ഏത് ക്ഷീണിക്കുന്ന അവസ്ഥകളിലും ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല, നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ ആമേൻ. ഈ നാളുകൾ ദൈവത്തോട് അടുത്ത് വരുവാൻ തക്കണം. ആമേൻ. ദൈവത്തോട് അടുത്ത് വന്നാൽ ദൈവവും നമ്മുടെ അടുത്ത് വരുമെന്ന വചനം ഉണ്ട്. ആമേൻ ഹല്ലേലൂയ. എങ്കിൽ നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചാൽ ദൈവം നമ്മുടെ നിലവിളി കേൾക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്, വിശ്വാസത്തിൽ നിന്ന് പിന്മാറി പോകരുത്. ഹല്ലേലൂയ ആമേൻ. നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു ഓട്ടം ഉണ്ട്. ഹല്ലേലൂയ ആ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ തക്കണം. ഹല്ലേലൂയ നാം ഹല്ലേലൂയ എപ്പോഴും ആമേൻ മനസ്സുള്ളവരായിരിക്കണം. ഹല്ലേലൂയ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന, നമ്മളെ മടുപ്പിക്കുന്ന, നമ്മളെ പുറകോട്ട് വലിക്കുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാം. ആമേ സ്തോത്രം. എന്നാൽ നമ്മൾ അതിനെ ഒന്നും നമ്മൾ വകവെക്കാതെ ആമേ ഹല്ലേലൂയ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ യാത്ര ചെയ്താൽ ആമേ തീർച്ചയായും ദൈവം നമ്മെ മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് കർത്താവിന്റെ മുമ്പാകെ നാം പറഞ്ഞാൽ ആമേൻ ശത്രു നമ്മളിൽ നിന്ന് അകന്നു പോകും, പിശാച് നമ്മളിൽ നിന്ന് ഓടിപ്പോകും. ആമേൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളെ ഒരു നാൾ കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ ആമേൻ. ഈ ദൈവമാണ് എന്റെ ദൈവം എന്ന് നമുക്ക് ആമേൻ സന്തോഷത്തോടെ പറയുവാൻ തക്കവണ്ണം സാധിക്കും. ഹല്ലേലൂയ. അന്ത്യത്തോളം കാക്കുവാൻ ശക്തനായ ദൈവമാണ് ഹല്ലേലൂയ നമ്മുടെ ദൈവം. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ വിഷയങ്ങളെ നന്നായി അറിയുന്ന ദൈവം, നമ്മുടെ സാഹചര്യങ്ങളെ നന്നായി അറിയുന്ന ദൈവം, നമ്മുടെ ഹല്ലേലൂയ വീട്ടിലെ ഓരോ സാഹചര്യങ്ങളും ഓരോ വിഷയങ്ങളും നമുക്ക് പ്രതികൂലങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ ആമേൻ. ഈ ദിവസങ്ങൾ ദൈവം അതിനൊക്കെ മറുപടി തരും. അതിലുപരി ആമേൻ നമ്മുടെ ഹൃദയം ദൈവനാമത്തിനു വേണ്ടി ആമേൻ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം ഹല്ലേലൂയ അത്ഭുതകരമായി നല്ല സാക്ഷ്യങ്ങളിലൂടെ ദൈവം നമ്മെ നടത്തും, നമ്മെ പുലർത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആമേൻ സ്തോത്രം. അതുപോലെ ഹല്ലേലൂയ പത്രോസിന്റെ ഹൃദയം ദൈവം കണ്ടു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അത് അന്ന് അവന്റെ ഒരു നിരാശയുടെ അനുഭവമായിരുന്നു. ആമേൻ മീൻ പിടിക്കാൻ പോയി ഹല്ലേലൂയ, എന്നാൽ ഒന്നും കിട്ടിയില്ല. അങ്ങനെ പടക് കരയ്ക്ക് കയറ്റി അങ്ങനെ വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു ആ കടൽക്കരയിൽ വരികയും ഹല്ലേലൂയ പുരുഷാരൻ തിക്കി തിരക്കിയാൽ ആമേൻ യേശുവിന് അവിടെ വേണമെങ്കിൽ അവിടെ നിൽക്കാം. പക്ഷെ യേശു ആമേൻ പത്രോസിന്റെ ഹൃദയം കണ്ടു അറിഞ്ഞു. ആമേൻ സ്തോത്രം. അതുകൊണ്ടാണ് ശിമോൻ പത്രോസിന്റെ പടകിൽ തന്നെ ആമേൻ യേശു കയറുവാനും അവിടെ ഇരുന്ന് ഹല്ലേലൂയ ആമേൻ പുരുഷാരത്തോട് സംസാരിക്കുവാൻ, ദൈവവചനം ഹല്ലേലൂയ സംസാരിക്കുവാനും ഒക്കെ ഇടയായത്. ആമേൻ. എന്നാൽ ഹല്ലേലൂയ പത്രോസ് പറഞ്ഞില്ല ഞങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ ആയിരുന്നു, ശൂന്യമായിരുന്നു എന്നൊന്നും പത്രോസ് ആ സമയത്ത് പറയുന്നില്ല. എന്നാൽ ആ
കർത്താവ് വചനം സംസാരിച്ചതിന് ശേഷം പത്രോസിനോട് പറയുകയാണ്, ആമേൻ, പടക ആഴത്തിലേക്ക് ഹല്ലേലൂയ പടക പിന്നെ അടുത്തോട്ട് നീക്കി ആഴത്തിലേക്ക് മലയിറക്കാൻ പറയുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അപ്പോഴാണ് ആമേൻ, ഞങ്ങൾ പകൽ മുഴുവനും അധ്വാനിച്ചതാണ് ഹല്ലേലൂയ, എന്നാൽ ഒന്നും കിട്ടിയില്ല. എന്നാൽ കർത്താവിന്റെ വാക്കിനാൽ ഞാൻ മലയിറക്കാം. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ വാക്ക് ആ സമയത്ത് തന്നെ പത്രോസ് അനുസരിക്കുകയാണ് ചെയ്തത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അപ്രകാരം ഹല്ലേലൂയ ആ വല ഇറക്കിയ സന്ദർഭത്തില് ഹല്ലേലൂയ പെരുത്ത മീൻകൂട്ടം ആമേൻ ലഭിക്കാൻ തക്കൊണ്ട് ഇടയായി. ഹല്ലേലൂയ. മല കീറാറാവോളം ആമേൻ അടുത്ത പടകിൽ ഉള്ളവരെയും കൂടി ഹല്ലേലൂയ സഹായിക്കുന്ന രീതിയിൽ ഹല്ലേലൂയ ആമേൻ ദൈവം ആ പടകിനെ നിറച്ചുവെങ്കിൽ ഹല്ലേലൂയ നാം നേരിടുന്ന ശൂന്യതയാണോ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ പ്രതികൂല സാഹചര്യങ്ങൾ, ഹല്ലേലൂയ കടഭാരങ്ങളാണോ, ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളാണോ, നമ്മുടെ ഭർത്താവിന്റെ വിഷയങ്ങളാണോ, അതാ നമ്മുടെ ഹല്ലേലൂയ വീട്ടിന്റെ സഹോദരങ്ങളുടെ വിഷയങ്ങളാണോ, ഏത് വിഷയമായിരുന്നാലും ആമേൻ ഹല്ലേലൂയ ആ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. ശൂന്യതകളെ മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അതുപോലെ തന്നെ പത്രോസിനെ ഹല്ലേലൂയ പിന്നീട് പറയുന്നത് ഹല്ലേലൂയ യേശു ഹല്ലേലൂയ ആ മനുഷ്യനെ ആക്കും എന്ന് യേശു പത്രോസിനോട് പറയുന്ന ആമേൻ ഒരു അനുഭവം നമുക്ക് അതിൽ വായിക്കുമ്പോൾ മനസ്സിലാകും. ഹല്ലേലൂയ. ആമേൻ. ദൈവസ്ഥാനത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ? ആമേൻ. ദൈവം നമ്മളെ പുറകോട്ട് തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. ദേശത്തിന്റെ ഹല്ലേലൂയ കർത്താവേ നമ്മളെ നിന്ദിക്കുന്നുണ്ട് നടുവില് നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ശൂന്യത വരാം, പരാജയങ്ങൾ വരാം. ഹല്ലേലൂയ. അത് കർത്താവ് അറിയാതെ അല്ല, ഹല്ലേലൂയ നാം അതിനെ നേരിടണം. ഹല്ലേലൂയ. ധൈര്യത്തോട് അതിനെയൊക്കെ നേരിടണം. ആമേൻ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തോട് അടുത്തു വരുവാൻ, ഹല്ലേലൂയ എല്ലാ പരാജയങ്ങളെ കണ്ട് നമ്മൾ പരിതപിക്കാനല്ല, ആമേൻ സങ്കടപ്പെടുവാനല്ല, ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പുള്ളവരായി ആമേൻ ആ വചനത്തിൽ വേരൂന്നിക്കൊണ്ട് ആമേൻ ആഴങ്ങളിലേക്ക് ഹല്ലേലൂയ ഇറങ്ങുവാൻ ആമേൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അധികാരമുള്ള നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. അതുപോലെ സങ്കീർത്തനം 55:22 വാക്യം. നിന്റെ ഭാരം യഹോവയുടെ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അതെ, വചനം പറയുകയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ആമേൻ. ഈ വചനം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. നമ്മുടെ എന്ത് ഭാരമായിരുന്നാലും ഹല്ലേലൂയ യഹോവയുടെ മേൽ വെച്ചുകൊണ്ടാൽ ഹല്ലേലൂയ ദൈവം നമ്മെ പുലർത്തും. ഹല്ലേലൂയ പുലർത്തുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. എന്റെ അനുഭവത്തിൽ പറഞ്ഞ ഒത്തിരി ഉണ്ട്, എന്നാൽ അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഹല്ലേലൂയ ഞങ്ങൾ വന്ന വഴികളൊക്കെയും ഹല്ലേലൂയ പ്രതികൂലങ്ങൾ നിറഞ്ഞതായിരുന്നു. ആമേൻ. എന്നാൽ ദൈവം ഞങ്ങളെ കണ്ടു. ഹല്ലേലൂയ. ദൈവത്തിന് ഞങ്ങളെ കൊണ്ട് ഉദ്ദേശമുണ്ട്. ദൈവം ഞങ്ങളെ ബോധിച്ചു, ദൈവത്തിന് ബോധിച്ചു. അത് പറഞ്ഞാൽ മതി. ആമേൻ. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളും ആമേൻ സന്തോഷത്തിന്റെ ദിനങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെയും ദൈവം ഞങ്ങളെ ഇത്രത്തോളം നടത്തി, ഇത്രത്തോളം പുലർത്തി. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഈ ദിവസസന്നിധിയിൽ ഞാൻ ഇങ്ങനെ ഒരു വചനം സംസാരിക്കുവോ എന്നൊന്നും എനിക്കൊരു ഉദ്ദേശവുമില്ലായിരുന്നു. ഞാൻ പലപ്പോഴും എന്റെ ഭവനത്തിൽ കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ വചനം ഇങ്ങനെ വായിച്ചിട്ട് എന്നോട് തന്നെ ഞാൻ സംസാരിക്കുക പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പോഴത് ഓർക്കുകയാണ്. അന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞത് ചിലപ്പം ദൈവത്തിന് ഇങ്ങനെയൊക്കെയും അവസരങ്ങൾ ഒരുക്കാൻ വേണ്ടി ആയിരുന്നു എന്ന് ഞാൻ ഇപ്പോഴത് ഓർക്കുകയാണ്. ഹല്ലേലൂയ. ദേവദാസൻ പറഞ്ഞപ്പോഴും ഞാന് പറ്റത്തില്ലെന്നൊക്കെ തടസ്സങ്ങളൊക്കെ പറയുണ്ടായി. എന്നാൽ ദൈവത്തിന്റെ പ്ലാന് എങ്ങനെയാണെന്ന് നമ്മൾ അറിയത്തില്ല. ആ ദൈവത്തിന്റെ ഉദ്ദേശത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചാൽ ദൈവം നമ്മളിലൂടെ ചെയ്തെടുക്കേണ്ടതായ ശുശ്രൂഷകൾ ദൈവം ചെയ്തെടുക്കും. ആമേൻ. ഇത്ര പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. അവസരം തന്ന ദേവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കുമാട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക വചന ശുശ്രൂഷ കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയല്ലോ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മുന്നോട്ടുള്ള ദിവസങ്ങൾ കൂടുതൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ബലപ്പെടുത്തിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സ്വർഗീയ പിതാവേ,
യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അങ്ങയുടെ ദാസനെ കുടുംബത്തെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വചനം പറഞ്ഞ് സംസാരിച്ച കർത്താവിൻ്റെ ദാസിയെ ദൈവത്തിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധിയാത്മാവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ്.